കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ലോറി തൊഴിലാളികളും വിശ്രമിക്കുന്ന കർണാടകയിലെ ഇടമാണ് ശിരൂരിലെ ലക്ഷ്മണന്റെ ചായക്കട. കുന്നിടിഞ്ഞാണ് ലക്ഷ്മണന്റെ കടയടക്കം കഴിഞ്ഞ ദിവസം മണ്ണിനടിയിൽപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്നവരും അതിലകപ്പെട്ടു. എന്നാൽ കർണാടകത്തിൽ മണ്ണിടിച്ചിലിൽ പെട്ടുപോയ അർജുൻ തിരിച്ചുവരും എന്ന് തന്നെയാണ് ഭാര്യ കൃഷ്ണപ്രിയ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറയാൻ അവർക്ക് മതിയായ കാരണവുമുണ്ട്. കാരണം അർജുൻ നല്ല മനക്കരുത്തുള്ള ആളാണ്. തിരിച്ചുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് ബന്ധുക്കളും ലോറി ഉടമ മനാഫും ഒരേ സ്വരത്തിൽ പറയുന്നു. വണ്ടിയിൽ 10 ലിറ്റർ ക്യാൻ വെള്ളമുണ്ട്, ഭക്ഷണവും കരുതുന്നതാണ്. മാത്രമല്ല ഏതു പ്രതിസന്ധിയും നേരിടാൻ കഴിവുള്ള ആളാണ് എന്നും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അവൻ തിരിച്ചു വരുമെന്നും പറയുന്നു മനാഫ്. അർജുന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ലോറി തൊഴിലാളി സമീറും പ്രതീക്ഷ കൈവിടുന്നില്ല. ഞായറാഴ്ച അർജുൻ ഉണ്ടാക്കിയ ഭക്ഷണം സമീറും അർജുനും ഒരുമിച്ചിരുന്ന് കഴിച്ചു പിരിഞ്ഞതാണ്. ചൊവ്വാഴ്ച പുലർച്ചെയും ശിരൂരിലെത്തിയപ്പോൾ സംസാരിച്ചു. കാണാതാവുന്നതിന് മുൻപ് താനുമായാണ് അർജുൻ അവസാനമായി ഫോണിൽ സംസാരിച്ചതെന്ന് 8 വർഷമായി ഒരുമിച്ച് ലോറി തൊഴിലാളിയായി ജോലി ചെയ്യുന്ന മാങ്കാവിലെ സമീർ പറയുന്നു. രണ്ടുപേരും മരത്തടിയെടുക്കാൻ ബെൽഗാമിൽ പോവാറുണ്ട്. ബെൽഗാമിൽ നിന്ന് എടവണ്ണയിലേക്കുള്ള യാത്രയ്ക്കിടെ പയ്യോളിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഫോണിൽ വിളിച്ചത്. 2 മണിക്ക് ആരംഭിച്ച ഫോൺ സംഭാഷണം പുലർച്ചെ വരെ നീണ്ടു. മരത്തടിയുമായി വരുന്ന ലോറി ഡ്രൈവർമാർ പകൽ കിടന്നുറങ്ങും, രാത്രി യാത്ര ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് താൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് അർജുൻ ഫോൺ വെച്ചത് എന്ന് സമീർ ഓർക്കുന്നു. 16 പുലർച്ചെ 5:30 സമീർ എടവണ്ണയിലെത്തി തടിയിറക്കി. അർജുൻ ചൊവ്വാഴ്ച അവിടെ നിന്ന് പുറപ്പെടുകയായിരുന്നുവെങ്കിൽ ബുധനാഴ്ച തിരിച്ചെത്തേണ്ടതായിരുന്നു. കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ലോറി ഡ്രൈവർമാരും നിർത്തിയിടുകയും ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന കടയാണ് ശിരൂരിലെ ആ പ്രദേശത്തുകാരനായ ലക്ഷ്മണന്റെ ചായക്കട. അവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ദുരന്തമുണ്ടാവുന്നത്. ഒരു ഭാഗത്ത് വലിയ കുന്നും മറുഭാഗത്ത് ഗംഗാവാലി പുഴയുമാണ്. മണ്ണടിഞ്ഞ് ഗംഗാവാലി പുഴയിൽ തുരുത്തുപോലെ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നും സമീർ പറയുന്നു. ആദ്യം ലോഡ് എടുക്കാൻ പോയത് സമീറാണ്. അതുകൊണ്ട് അർജുനു മുമ്പേ തിരിച്ചു പോന്നു. അതുകൊണ്ട് 4ഉം 5ഉം തവണയൊക്കെ ഒരു ദിവസം വിളിക്കും. അവൻ തിരിച്ചെത്തിയാൽ മതി എന്ന് തന്നെയാണ് സമീറിന്റെയും പ്രാർത്ഥന. 2 ട്രാക്കുള്ള റോഡാണ് ശിരൂരിലേത്. ഒരു ട്രാക്ക് മുഴുവൻ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ആ റോഡിന്റെ വശത്താണ് അർജുൻ ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. ലോറി എങ്ങോട്ടനങ്ങിയാലും അത് GPS-ൽ തെളിയും. 300 കഷ്ണം തടിയാണ് ലോറിയിലുള്ളത്. ഒരു കഷ്ണം പോലും പുഴയിൽ നിന്നോ ഇപ്പോൾ നീക്കുന്ന മണ്ണിനടിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല. അതിലൊരു ശുഭസൂചനയുണ്ട്. അതിനർത്ഥം ലോറി നിർത്തിയിട്ട ഭാഗത്തു നിന്നും അനങ്ങിയില്ല എന്ന് തന്നെയാണ് എന്നും ഉടമ മനാഫ് പറയുന്നു. GPS-ൽ കാര്യങ്ങൾ കൃത്യമാണ്. ഭാരത് ബെൻസും ഇക്കാര്യത്തിൽ ഉറപ്പ് തരുന്നുണ്ട്. വണ്ടി സേഫ് ആണ് എന്ന് തന്നെ കരുതാം. 10 ലിറ്റർ വെള്ളമുണ്ട് ലോറിയിൽ. അതെടുക്കാൻ സാധിക്കുമോ എന്നൊന്നും വ്യക്തമല്ല എങ്കിലും ഈ കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. ഇന്നത്തെ തിരച്ചിൽ അർജുനു വേണ്ടി മാത്രമുള്ളതാണ്. ഒരു ഭാഗത്തെ റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി മണ്ണ് നീക്കാനുള്ള ഭാഗത്താണ് ലോറിയും അർജുനുമുള്ളത്. മാധ്യമപ്രവർത്തകരെ പോലും സംഭവ സ്ഥലത്തേക്ക് കടത്തിവിടാത്തത് കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിന് തടസ്സമാകുന്നുണ്ടെന്നും മനാഫ് പറയുന്നു. ലോറിക്ക് മുകളിൽ വളരെ കുറച്ചേ മണ്ണ് കാണുകയുള്ളൂ എന്നും ഉച്ചയോടെ തന്നെ അർജുൻ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് താനെന്നും മനാഫ് പറഞ്ഞു. എന്തായാലും അവരുടെ എല്ലാം പ്രതീക്ഷ ഫലവത്താകട്ടെ. എന്തായാലും ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രാർത്ഥന ഫലവത്താകട്ടെ. അർജുൻ വളരെ വേഗം തിരിച്ചു വരട്ടെ എന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.